എന്തിനു വേണ്ടി മനുഷ്യന് സഹനം തന്നുവെന്ന് കാലാകാലങ്ങളിൽ ആചാര്യന്മാർ ചോദിക്കാറുണ്ട്, മനുഷ്യർ പരിശോധിക്കാറുമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ സഹനങ്ങളെന്നുള്ള ഒരു ചിന്ത. അതിന് പല പല ഉത്തരങ്ങൾ ഈ നാളുകളിൽ നമ്മൾ ഒരുമിച്ച് കാണുകയായിരുന്നു. എന്തിന് സഹനം എന്ന് ചോദിച്ചാൽ മനോഹരമായൊരു ഉത്തരം നമുക്ക് കിട്ടുന്നത്, മനക്കട്ടി ഉള്ളവരാക്കാൻ ദൈവം നമുക്ക് സഹനം തരും. കൂടുതൽ മനഃശക്തി ഉള്ളവരാകാൻ ദൈവം നമുക്ക് സഹനം തരും. അതുകൊണ്ടാണ് ഒരു പക്ഷിയെക്കുറിച്ച് പറയാറുണ്ട്, കഴുകൻ, പള്ളക്കഴുകൻ. കഴുകൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന രീതി നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. പള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന രീതി നമ്മൾ വെറുതെ ഒന്ന് നോക്കണം. തള്ളക്കഴുകൻ പർവ്വതങ്ങളുടെ ഉന്നത ശിഖരത്തിൽ കൂടുമനയും, വൃക്ഷങ്ങളുടെ ഉന്നത ശാഖകളിൽ കൂടുമനയും. കൂടിൻ്റെ പുറം മുഴുവൻ മുള്ളിൻ്റെ വള്ളി, അകത്ത് വൈക്കോല്, പുല്ല്, പഞ്ഞി ഇതെല്ലാവാ. അതിനകത്ത് തള്ളക്കഴുകൻ മുട്ടയിടും. 21 ദിവസം അടയിരിക്കുമ്പോൾ കൂട് കുത്തിപ്പൊട്ടിച്ച് കുഞ്ഞു കഴുകൻ പുറത്തേക്ക് വരും. അമ്മ കഴുകൻ പറന്ന് നടന്ന് പോഷകാംശമുള്ള ഭക്ഷണം ശേഖരിച്ച് വായി വെച്ച് ചവച്ചരച്ച് ജ്യൂസ് പോലെ ആകും. കുഞ്ഞിൻ്റെ ചുണ്ട് അമ്മയുടെ വായിൽ കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്ന പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 45 ദിവസമാകുമ്പം പപ്പ് മുളയ്ക്കും, ചിറകുറക്കും, ദേഹം മിനുങ്ങും, മേനി കൊഴുക്കും. എന്നാലും കുഞ്ഞിന് പറക്കാൻ മടിയാ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരം കൊഴുത്തു വളരും. ഭാരം കൂടുമ്പോൾ പുറത്തെ മുള്ള് അകത്തേക്ക് കുത്തിക്കയറും. അങ്ങനെ കുത്തിക്കയറുമ്പോൾ കുഞ്ഞു കഴുകൻ വേദന കൊണ്ട് കൂടിൻ്റെ വക്കത്ത് വന്നിരിക്കും. അപ്പോൾ അമ്മ കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൊണ്ട് കുഞ്ഞിനെ കൊത്തിയെടുത്ത് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നുയരും. അങ്ങ് മോളിൽ ചെന്നിട്ട് ശക്തമായ ഒരു കുടച്ചൽ, ചുണ്ടിൽ നിന്ന് പിടിവിടുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട് വീഴുന്ന വഴിക്ക് കുഞ്ഞു കഴുകൻ ഓർക്കും, വളർത്തിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞ് തലയും കുത്തി വീഴുമ്പോൾ കുഞ്ഞു കഴുകൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തള്ളക്കഴുകൻ താഴത്തേക്ക് ഊളിയിട്ട് പറന്നിറങ്ങും. വിശറി പോലെ വിശാലമായ ചിറക് മുറം പോലെ വിരിച്ചു പിടിക്കും. തലയും കുത്തി വീഴുന്ന കുഞ്ഞു കഴുകൻ അമ്മയുടെ ചിറകല വീഴുക. 8 പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കുഞ്ഞു കഴുകൻ പറക്കാൻ പഠിപ്പിക്കും. ഇതുപോലെ ദൈവം നല്ല മനക്കെട്ട് കിട്ടാൻ നമ്മളെ പരിശീലിപ്പിക്കും. സഹനത്തിലൂടെ കുഞ്ഞു കഴുകൻ്റെ ചിറകിൻ്റെ ബലം ഉറയ്ക്കുന്ന പോലെ ചെറുതും വലുതുമായ സഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ ബലം വർദ്ധിക്കും. ഇതിനായി ദൈവം നമുക്ക് സഹനം തരുന്നു, കൂടുതൽ മനക്കെട്ടി ഉള്ളവരാകാൻ. കാട്ടിൽ, മലയിൽ ഏറ്റവും കാമ്പുള്ള മരം ഏതെന്ന് ചോദിച്ചാൽ കാറ്റത്താടി ഉലഞ്ഞ് ഉറയ്ക്കുന്ന മരമാണ് ഏറ്റവും കാമ്പുള്ള മരം. അത് കാറ്റത്താടുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കാമ്പിന് ബലം കൂടുക ചെയ്യുക. ഇതുപോലെ ഒരുപാട് സഹിക്കുന്ന, ഒത്തിരി നൊമ്പരപ്പെടുന്ന മനുഷ്യന് നല്ല കാമ്പുണ്ട്, നല്ല മനക്കെട്ടിയുണ്ട്. ചെറിയ ഒന്നും വരുമ്പം തളരുകയില്ല, എത്ര വലുത് വന്നാലും തളരുകയില്ല, പിടിച്ചു നിൽക്കും, സഹിച്ചു നിൽക്കും. കൂടുതൽ മനഃശക്തി ഉള്ളവരാകാൻ ദൈവം നമുക്ക് സഹനത്തെ തന്നുകൊണ്ടിരിക്കും ജീവിതയാത്രയിൽ. ചെറുതും വലുതുമായ സഹനങ്ങൾ. അതുകൊണ്ടാണ് പഞ്ചാബ്, UP ഭാഗത്തുള്ളവർക്ക് നല്ല മനക്കെട്ടിയാണ്. എപ്പോഴും പാകിസ്ഥാൻ്റെ ശത്രുപക്ഷ ആക്രമണം വരുമ്പം നേരിടാൻ വേണ്ടി ഉറച്ചു നിൽക്കുന്ന, പിടിച്ചു നിൽക്കുന്ന ഒരു മനക്കെട്ടി, ഒരു മനഃശക്തി. അതുകൊണ്ടാണ് കുടിയേറ്റ ജനതയ്ക്ക് നല്ല മനക്കെട്ടിയാണ്. കാട്ടാന, കടുവ, കാട്ടുപന്നി, കാട്ടുമൃഗം നേരിട്ട് കിട്ടുന്ന ഒരു മനക്കെട്ടി, ഒരു മനഃശക്തി. അപ്പം ദൈവം നമുക്ക് സഹനം തരുന്നത് കൂടുതൽ മനക്കെട്ടിയുള്ള മനുഷ്യരായി, മനഃശക്തിയുള്ള മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി ഈശ്വരൻ നമുക്ക് സഹനം തരുന്നു. അപ്പോൾ എന്തെങ്കിലും സഹനം വരുമ്പോൾ പെട്ടെന്ന് വാടരുത്, പെട്ടെന്ന് തളരരുത്. മനക്കെട്ടിയുള്ള, മനഃശക്തിയുള്ള ഒരു മകനാക്കി, മകളാക്കി മാറ്റാൻ ഈശ്വരൻ അനുവദിക്കുന്നതാണ് എൻ്റെ സഹനങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ നൊമ്പരങ്ങൾ. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ആരെല്ലാം ശരിക്കും സഹിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ജീവിതത്തിൽ ബലമുള്ള മനുഷ്യരായി മാറിയിട്ടുണ്ട്. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് വരുമ്പോൾ ആർക്കാണ് മെഡൽ? മലമൂലി താമസിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും
പ്രകൃതിയോട് നേരിട്ട് എല്ലും കെട്ടി മനക്കെട്ടി തൊലിക്കെട്ടി ശരിക്കും വർത്തിച്ചവർ. അവരാണ് ജീവിതത്തിൽ വിജയം നേടുക. അതുകൊണ്ടാണ് കൂടുതൽ കഷ്ടപ്പെട്ടവരാണ് പെട്ടെന്ന് വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുക. കാരണം അവർക്ക് എന്തിനേയും ഏതിനെയും അതിജീവിക്കാനുള്ള ഒരു മാനസിക ബലം, ഒരു മാനസിക കരുത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സഹനങ്ങൾ, നൊമ്പരങ്ങൾ വരുമ്പോൾ ഓർക്കുക, ഇതുവഴി എന്തോ വലിയ കാര്യം ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ദൈവം തരികയാണ്. ഏത് കാറ്റിലും കോളിലും വളയാത്ത ഒരു വൃക്ഷമായി വളരാൻ, അങ്ങനെ വളർന്ന് മനഃശക്തിയോടുകൂടി ദൈവം തരുന്നതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനുള്ള ശക്തി, കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം മനഃശക്തിയുള്ള മക്കളായി സഹന വഴികളിൽ നമ്മൾ ഓരോരുത്തരെയും വളർത്തട്ടെ. നന്ദി, നമസ്കാരം.